ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു നോർത്ത് ഇന്ത്യയിലെ കന്യാസ്ത്രീകളുടെ അവരുടെ പീഡനവും ജയിൽവാസവും ഒക്കെ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സംഘികൾ, ഹിന്ദുക്കൾ ഞാൻ പറയത്തില്ല, സംഘികൾ പെട്ടെന്ന് അവരുടെ ഉള്ളിലെ ദേഷ്യവും അവരുടെ ഉള്ളിലെ ആ ഒരു നിരാശയൊക്കെ പുറത്തു വന്നതായിരിക്കും സമയമാണ്. ഒരു ഭാഗത്ത് നോർത്ത് ഇന്ത്യയിലെ BJPയും മറുഭാഗത്ത് കേരളത്തിലെ BJPയും വല്ലാതെ പ്രശ്നത്തിലായിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോർത്ത് ഇന്ത്യയിലെ സംഘികൾ ഈ കുർത്തക്കേടൊക്കെ കാണിക്കുന്നത്. അതിനെങ്കിലും ഒരു അന്തർധാര സജീവമായിരിക്കും. അതിനെ ഏതെങ്കിലും കന്യാസ്ത്രീകളെയൊക്കെ പിടിക്കുമ്പോൾ, പള്ളിലച്ചന്മാരെയൊക്കെ പിടിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കേരളത്തിലുള്ള BJP സംഘികൾ കുറഞ്ഞ പക്ഷം കാസയെപ്പോലുള്ള ആളുകളെങ്കിലും ഒന്ന് സമീപിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ സാധാരണ സംഘികൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ മതപരിവർത്തനത്തിനെതിരെയല്ല, നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയാണ്. എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്, എന്താണ് ഈ കവി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അത് വരും ദിവസങ്ങൾ അവർ വ്യക്തമാക്കുമെന്നാണ്. ഒരു സാധാരണ സംഘി ക്രിസ്ത്യാനികൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഏതെങ്കിലും വ്യക്തികൾ ക്രിസ്ത്യാനി ആയെങ്കിൽ അവരെക്കുറിച്ച് ഈ തരത്തിലായിരിക്കും പൊതുവെ അവരുടെ അനുയായികളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, മിത്രങ്ങളെ, നീലക്കാക്ക വാട്സാപ്പ് ഗ്രൂപ്പിലെ എല്ലാ സംഘമിത്രങ്ങൾക്കും നമസ്കാരം. അത്യാവശ്യമായ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാർ വളരെ ശക്തമായി മതം മാറ്റം നടത്തുന്നുള്ള കാര്യം ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് സർല ചേച്ചിയുണ്ടല്ലോ, ആ സർല ചേച്ചിയും വെള്ളം പഠിച്ച് കിറങ്ങി നടക്കുന്ന അവരുടെ ഭർത്താവും 2 പെൺമക്കളും കഴിഞ്ഞ ദിവസം കശത്ത് ബൈബിൾ വെച്ചുകൊണ്ട് അവിടെ അടുത്തുള്ള പ്രാർത്ഥനാ കൂട്ടത്തിൽ പോകുന്നത് ഞാൻ കണ്ടു. എന്തുകൊണ്ട് പോയെന്നോ, ഇഷ്ടം പോലെ പാൽപ്പൊടിയില്ലേ അവർക്ക് കിട്ടുന്നത്, പോരാത്തതിന് ഗോതമ്പ് പൊടിയും ചില്ലറയൊക്കെ കിട്ടുന്നുണ്ട്. സത്യമാണെന്ന്. പഴയതുപോലെ വടക്കേ ഇന്ത്യയിൽ പേപ്പർ തിന്ന് നടക്കുന്നതായ പശുവിൻ്റെ പോത്തിൻ്റെ പാലൊന്നുമല്ല. ഒന്നാം തരം അമൂലിൻ്റെ പാൽ പൊടി ഉപയോഗിച്ചാണ് ഇവിടെ മതം മാറ്റം നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അമ്മയുടെ പാലെടുത്ത് പൊടിയാക്കി നമ്മുടെ ആളുകളെ തന്നെ മതം മാറ്റാൻ വേണ്ടി ഈ പറയുന്ന ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും പോരാത്തതിന് നമ്മൾ അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘമിത്രങ്ങളെ പോലും മതം മാറ്റാനുള്ള തന്ത്രവുമായി പദ്ധതികളുമായിട്ട് ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മൾ പാൽ പൊടിക്കും ഗോതമ്പ് പൊടിക്കും ചില്ലറയ്ക്കും വീഴത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ശുദ്ധമായ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും കൊണ്ടുവന്ന് നമ്മളെ പിടിക്കാൻ നോക്കുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പാൽപ്പൊടിയും അരിപ്പൊടിയും എന്തെങ്കിലുമൊക്കെ പൊടികൾ കൊടുത്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നൊരു സാധനമാണെന്നാണ് ഈ സംഘികളുടെ ഒരു ആവറേജ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നു എന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തിൽ എല്ലാ മതവിശ്വാസികളും മതം മാറ്റിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു കൂട്ടം അനുയായികൾ അവരുടെ ഫാൻസായിട്ട് നിലനിൽക്കുന്നത്. അത് ചെറിയ മതമായിക്കോട്ടെ, വലിയ മതമായിക്കോട്ടെ. ഇവിടെ ഹിന്ദുക്കൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തും, ഇവിടെ ഒന്നും പോരാത്തതിന് പുറത്തു പോയിട്ട് അവിടെയുള്ള സായിപ്പിനെയും മാതാമയും മതം മാറ്റാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പെട്ടെന്നൊരു സായിപ്പ് ഹരേ കൃഷ്ണ 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 രാമ രാമ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇവിടെയുള്ള ഹിന്ദുക്കൾക്കൊക്കെ കണ്ടില്ലേ ഇവിടെ സനാതന ധർമ്മം ഇങ്ങനെ വ്യാപിച്ചു പോവുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിം ആകുമ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുക. എന്തിനാണ് ഇരട്ടത്താപ്പ്? മതം മാറ്റമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ നിങ്ങൾ ആരും മതം മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോഴാണ് ഇവർ പറയുന്നത് അത് ഞങ്ങൾ മതം മാറ്റത്തെ അല്ല, നിർബന്ധിത മതം മാറ്റത്തെയാണ്. എന്താണ് ഈ നിർബന്ധിത മതം മാറ്റം ഉദ്ദേശിക്കുന്നത്? അവർ ചിന്തിക്കുന്നത് ഈ പാൽപ്പൊടിയും അരിപ്പൊടിയും ആ പൊടിയൊക്കെ കൊടുത്തുകൊണ്ട് ക്രൈസ്തവർ ഈ സാധാരണ ആളുകളെയൊക്കെ മതം മാറ്റുന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ക്രൈസ്തവർ ഈ തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു, നിസ്തുല്യനായിരിക്കുന്ന ക്രിസ്തു, ആർക്കും ഇഷ്ടപ്പെടാവുന്നതും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ആ കർത്താവ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളൂ. എന്താണ് യേശു പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുവാനും വിശ്വസിക്കുന്ന വ്യക്തികളെ ശിഷ്യരാക്കുവാനും അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനും യേശു പറഞ്ഞു. അപ്പോൾ സുവിശേഷം എല്ലാവരോടും പറയണം, നിർബന്ധിച്ചല്ല, അരിപ്പൊടി കൊടുത്തല്ല, ഏതെങ്കിലും മറ്റു ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചല്ല, മറിച്ച് സുവിശേഷം പ്രസംഗിച്ച് ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെ ഏതെങ്കിലും വ്യക്തി
യേശുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുത്താൽ അവരെയാണ് സഭയുടെ ഭാഗമാക്കേണ്ടത്, അല്ലെങ്കിൽ അവരെയാണ് യേശുവിൻ്റെ അനുയായിയായിട്ട്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കൽപ്പനയാണിത്. യേശു ക്രിസ്തു ലോകരക്ഷകനായതുകൊണ്ട് ആ ലോകരക്ഷകൻ ലോകത്തിലേക്ക് വന്ന് ചെയ്തതായ ആ മഹാപ്രവൃത്തി, മനുഷ്യരുടെ പാപവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രശ്നത്തിന് പരിഹാരം ക്രിസ്തു നൽകിയിരിക്കുന്നത് കൊണ്ട് ആ സന്ദേശം എല്ലാ മനുഷ്യരും അറിയണമെന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമായതുകൊണ്ട് ആ ആഗ്രഹം കൽപ്പനയായി കർത്താവ് പുറപ്പെടുവിച്ചതുകൊണ്ട് അതനുസരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ അത് വിശ്വസിക്കുന്ന വ്യക്തിക്ക് സ്വീകരിക്കാം, വിശ്വസിക്കാത്ത വ്യക്തികൾക്ക് അത് തള്ളിപ്പറയാം. ആ ഒരു സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നാളെ ഹിന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് ഹിന്ദുവിനോട് സുവിശേഷം പറയുമ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ആ കേസ് ക്ലോസ് ആയി. ഈ BJP എന്ന് പറയുന്നതായ രാഷ്ട്രീയ പാർട്ടികൾ, സംഘികൾ എന്ന് പറയുന്നതായ ആ വിശ്വാസം സ്വീകരിച്ച് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എലക്ഷൻ അടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ദളിതൻ്റെയും എല്ലാവരുടെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്തു തരാം, ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുവീനെന്ന് നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട്, നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനെ BJP ആക്കാൻ വേണ്ടി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ BJP ആക്കാൻ വേണ്ടി, ഒരു മുസ്ലിമിനെ BJP ആക്കാൻ വേണ്ടി, ഒരു ക്രിസ്ത്യാനിയെ BJP ആക്കാൻ വേണ്ടി, ഒരു ദളിതനെ പിടിച്ച് BJP ആക്കാൻ വേണ്ടി, എന്തിനേറെ ഈ പറയപ്പെടുന്നതായ BJP ശക്തമായി എതിർക്കുന്ന വ്യക്തികളെ പോലും BJP ആക്കാൻ വേണ്ടി നിങ്ങൾ പ്രചാരം ചെയ്യുന്നത് ശരിയാണെങ്കിൽ, ഒരു 5 വർഷമോ 10 വർഷമോ അധികാരത്തിലിരുന്നു കൊണ്ട് മനുഷ്യന് ഈ പറയുന്ന അരിയും വെള്ളം കുടിച്ച് അവനെ നിലനിർത്താൻ വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ കഥകൾ പറയാൻ വേണ്ടിയും മനുഷ്യനെ ഈ ലോകത്തിൽ അവനെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്വർഗമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രചാരം നടത്താമെങ്കിൽ നിത്യജീവന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുവാനും നിത്യജീവനെ മനുഷ്യനാക്കുന്ന സന്ദേശം പറഞ്ഞു കൊടുക്കുവാനും ഒരു മരിച്ചതിന് ശേഷം അവന്റെ ജീവിതത്തിന്റെ ആ നിത്യതയുടെ അവസ്ഥ എന്താണ്, ആ അവസാനം എന്താണ്, അതിൽ വിശ്വസിക്കുവാനുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. അപ്പം മറ്റുള്ളവരെ മതം മാറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്ന് മറ്റൊരു ആശയത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന തെറ്റാണെങ്കിൽ BJP സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഇലക്ഷൻ അടുക്കുമ്പോൾ നിങ്ങൾ ഒരു വീട്ടിലും കയറുകയോ ഒരു മാധ്യമത്തിലൂടെ BJPയുടെ വലിപ്പം പറയുകയോ നിങ്ങൾ ഒരു സന്ദേശവും നിങ്ങളതായി പറഞ്ഞുകൊണ്ട് ഒരാളെയും നിങ്ങൾ വോട്ട് പിടിക്കാൻ നിങ്ങൾ പോകാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം തെരുവുകളിൽ ഇറങ്ങിയിട്ട് നിർബന്ധിച്ച് മനുഷ്യരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് ഫ്ലൈറ്റ് പിടിച്ച് സായിപ്പിൻ്റെ അടുത്ത് പോയി ചെയ്യാം. പക്ഷെ ക്രൈസ്തവർ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് അത് തെറ്റായി മാറുന്നത്? അപ്പോൾ യേശു ക്രിസ്തു ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം, യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും ഞങ്ങൾ പറയുമ്പോൾ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് തന്നെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷെ താല്പര്യമുള്ള വ്യക്തികൾക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? അപ്പോൾ ഈ ഏതെങ്കിലും ഒരു വിഷയം ഒരു വ്യക്തി പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ ആ വ്യക്തി മതപരിവർത്തനം എന്ന നിലയിൽ നിൽക്കേണ്ട ഒരു വിഷയത്തെ അത് നിർബന്ധിത മതപരിവർത്തനമാക്കുകയും അവിടെ കേസ് അല്പം സ്ട്രോങ് അല്ലാതെ ആകുമ്പോൾ അവൻ്റെ മേളിൽ മനുഷ്യക്കടത്തും ഈ എന്തൊക്കെ തലയിൽ വെക്കാവോ അതെല്ലാം വെക്കാനുള്ള ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനയുന്നതിൻ്റെ ആവശ്യം എന്താണ്? അവിടെയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തതായിരിക്കുന്ന ഒരു മനുഷ്യക്കടത്തിൻ്റെ കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ബീഹാറിലായിരുന്ന സമയത്ത് അവിടെ ഒരു പൂർണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു കാര്യമാണ്. ബീഹാറിലെ പൂർണിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുഷ്കിബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വളരെ തിക്ക് തിരക്കുള്ളതായ മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ വെച്ചാണ് ബൈബിൾ ക്ലാസ് നടക്കുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ പ്രസംഗം കേൾക്കാൻ വരാറുണ്ട്. ഹിന്ദിയിൽ ഞാൻ പറയും, അത് കേൾക്കും. എല്ലാ ദിവസവും മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്ന് ദൂരെ ഇരുന്ന് കേൾക്കും. പതുക്കെ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് ധാരാളം ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ട്. കുറേ ചോദ്യങ്ങൾ നിരന്തരം അദ്ദേഹം ചോദിക്കും. സമയമെടുത്ത് ഞാൻ അതിന് മറുപടി കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞ ശേഷം ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ കുറ്റപ്പെടുത്തേണ്ട, എന്നെ വിമർശിക്കേണ്ട, എൻ്റെ വിശ്വാസത്തെ പരിഹസിക്കേണ്ട, അതിനെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ചോദിച്ചു, ശാന്തി പാനയ്ക്കലെ മെ ക്യാ കർണ ഭയ്യ, സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്നത്, എങ്ങനെയാണ് നിത്യജീവൻ കിട്ടുന്നത് എന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ആ സന്ദേശത്തെ ഉൾക്കൊള്ളുകയും അദ്ദേഹം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ബാലി യാദവ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം തൻ്റെ വീട്ടിലും തൻ്റെ നാട്ടിലുമൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. പിന്നീട് ഞാൻ മനുഷ്യക്കടത്ത് നടത്തിയതുപോലെ
അദ്ദേഹത്തിന് ആ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്ന് തനിക്ക് ഏറെ ആഗ്രഹമുണ്ടായി. അദ്ദേഹം തൻ്റെ വീട്ടിലും തൻ്റെ നാട്ടിലുമൊക്കെ യേശുവിനെക്കുറിച്ചുള്ള സ്നേഹം പങ്കുവെച്ചു. യേശുവിൻ്റെ സുവിശേഷം അദ്ദേഹം പ്രചരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പേരെ ഈ പറയുന്നതായ വ്യക്തി ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിച്ചതുകൊണ്ട് അദ്ദേഹം ധാരാളം പേരെ മനുഷ്യക്കടത്ത് നടത്തി. പക്ഷേ ഈ മനുഷ്യക്കടത്തൊക്കെ നടത്തിയിട്ട് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നില്ല. മറിച്ച് അവരെല്ലാം തന്നെയും പുതിയ മനുഷ്യരായിട്ട് ആ സമൂഹത്തിൽ തന്നെ ജീവിക്കുകയാണ്. അവരിലൂടെയും ധാരാളം പേര് ബ്രാഹ്മണ വിശ്വാസവും ജാതിയിൽപ്പെട്ട ആളുകൾ, ഉന്നതമായിരിക്കുന്ന ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ധാരാളം പേര് ഇന്ന് അവിടെ സഭയിൽ പ്രാർത്ഥനയ്ക്കായും ആരാധനയ്ക്കായും കൂടി വരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മനുഷ്യക്കടത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്കിത് നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ആരും ആരെയും നിർബന്ധിച്ചില്ല. ഇന്ന് ഈ ബാലി യാദവ് എന്ന് പറയുന്ന വ്യക്തി ബാങ്ക് ഓഫ് ബറോഡയിലെ മാനേജറാണ്. അപ്പോൾ പാൽപ്പൊടിയുടെ ആവശ്യമോ അരിപ്പൊടിയുടെ ആവശ്യമോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളിലൊക്കെ മുമ്പിൽ മുട്ടുമടക്കി അമ്മ തായെന്ന് പറയേണ്ട ഗതികേടൊന്നും ഇല്ലാത്തൊരു മനുഷ്യക്കടത്തിൻ്റെ കഥയാണ് നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ ധാരാളം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് ഇതുപോലെ ഏറ്റവും നല്ല ജോലിയും ഏറ്റവും നല്ല സ്ഥാനത്തിലും ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പോലും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് മുമ്പോട്ട് വരുമ്പോൾ പണ്ട് ആരാണ്ട് പറഞ്ഞു വിട്ടതായിരിക്കും പാൽപ്പൊടിയുടെയും അരിപ്പൊടിയുടെയും കഥയായിട്ട് നടക്കാൻ നാണമില്ലേ സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് ഇറങ്ങി പുറത്തേക്ക് വരും. ഞങ്ങൾ പോകുന്ന ചർച്ചകളിൽ കടന്നു വരും. നിങ്ങൾ അവിടെ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യാനി ആയിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കും എത്ര കിലോ പാൽപ്പൊടിയാണ് അവർ കിട്ടിയതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് വിട്ടേച്ച് പോകുന്നു, എന്തിന് യേശുവിനെ അനുഗമിക്കുന്നു, നിങ്ങൾ ചിന്തിക്കണം. ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ പല കാരണങ്ങളുണ്ടായേക്കാം. ഇന്ന് ഭാരതത്തിൽ ചാണകം തിന്നുന്നത് വലിയൊരു സംഭവമായി കണക്കാക്കുമ്പോൾ മറുഭാഗത്ത് യേശുക്രിസ്തു ജീവന്റെ അപ്പം കൊടുക്കുമ്പോൾ ജീവന്റെ അപ്പം കഴിക്കാൻ വേണ്ടി കുറച്ച് പേര് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ണു കടിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഗോമൂത്രം പരിശുദ്ധമായി കണക്കാക്കിയിട്ട് ഗോമൂത്രം കുടിപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ യേശു മറുഭാഗത്ത് ജീവന്റെ ജലം കൊടുക്കുമ്പോൾ ആ ജീവജലം കുടിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുമ്പോൾ ഇതിൽ വളരെ പ്രയാസപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യനെ ജാതിയുടെയും അതുപോലെ മതത്തിന്റെയും പേരിൽ അവനെ അടിച്ച് തകർക്കുമ്പോൾ മറുഭാഗത്ത് യേശുവിനെ കൈക്കൊണ്ടവർക്ക് ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ആ അവകാശത്തിലേക്ക് ആ യേശുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പ്രയാസപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ തകർച്ചയിലും രോഗത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും സമാധാനമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് യേശു സമാധാനം നൽകുമെന്ന് പറയുമ്പോൾ യേശുവിനെ രുചിച്ചു നോക്കി സമാധാനം അനുഭവിച്ച് ആ യേശുവിനെ എനിക്ക് അനുഗമിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് മേലെ വാളുകൊണ്ടും വടികൊണ്ടും ഉപദ്രവങ്ങൾ കൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ടും അപവാദങ്ങൾ കൊണ്ടും അവരുടെ പള്ളികളും പൊളിച്ച് അവരെ അടിച്ച് അവരെ പരിഹസിച്ച് ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം ചുമത്തി അവരെ ജയിലിൽ ഇടുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത് അവിടുന്നും ഇവിടുന്നും കേട്ട കഥകളിലോട്ടൊന്നും പോകാതെ നിങ്ങൾ നേരിട്ട് ഒരു ചർച്ചിൽ പോവുക. അവിടെ ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായ വ്യക്തികളെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എത്ര പാൽപ്പൊടി കിട്ടി? നിങ്ങൾക്ക് പാൽപ്പൊടി കിട്ടിയിട്ടാണോ നിങ്ങൾ പോയത്? അരിപ്പൊടി കിട്ടിയിട്ടാണോ പോയത്? ഗോതമ്പൊടി കിട്ടിയിട്ടാണോ പോയത്? അല്ലെ അപ്പം പൊടി കിട്ടിയിട്ടാണോ പോയത്? അല്ലെങ്കിൽ രാഗിപ്പൊടി കിട്ടിയിട്ടാണോ പോയത്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കണം അതെല്ലാം അവരോട് ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ വോട്ട് ബാങ്കിന് വേണ്ടി മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ആരോപിച്ചിട്ട് ആളുകളുടെ കയ്യടി വാങ്ങി വോട്ട് ബാങ്കായി കൺവേർട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന മനുഷ്യരായി നടക്കുന്ന ആളുകളുടെ തന്ത്രങ്ങളിൽ വീഴാതെ ഈ വിഷയം ഗൗരവത്തോടെ ചിന്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.